ഇന്ന് ലാസ് വെഗാസിന്റെ രാത്രി കാഴ്ചകൾ കാണുവാൻ ഒരു ഹെലികോപ്റ്റർ റൈഡ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് വൈകുന്നേരം 6 മണിയോടുകൂടെ ഞങ്ങൾ ഹെലികോപ്റ്റർ ഡിപ്പാർച്ചർ ചെയ്യുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ലാസ് വെഗാസിലെ സുന്ദരികളെ നമുക്ക് സ്ട്രിപ്പിൽ അങ്ങിങ്ങ് കാണുവാൻ സാധിക്കും. സ്ട്രിപ്പ് എന്നാൽ ഏതാണ്ട് 6.8 കിലോമീറ്റർ നീളമുള്ള ഒരു പാതയാണ്. ഈ സ്ട്രിപ്പിന്റെ ഇരുവശത്തുമാണ് ലോകപ്രശസ്തമായ വമ്പൻ ഹോട്ടലുകളും കാസിനോകളും എല്ലാം ഉള്ളത്. ഓരോ രാവും വേഗാസിന് ഉറക്കമില്ലാത്ത രാത്രികളാണ്. രാത്രിയിലെ ലാസ് വെഗാസിന് ഒരു പ്രത്യേക ചന്തം തന്നെയാണ്. ഞങ്ങൾ ഇന്ന് ഒരു ഹെലികോപ്റ്റർ റൈഡിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഈവനിങ് ഇന്ന് ഹെലികോപ്റ്ററിലാണ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത് ഞങ്ങൾക്ക് ഹെലികോപ്റ്ററിൻ്റെ ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങളൊരു ഹെലികോപ്റ്റർ റൈഡ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഭയങ്കരമായ ത്രില്ലാണ് ഞങ്ങളിപ്പം. അപ്പോൾ നമുക്ക് ഹെലികോപ്റ്റർ വെച്ച് കാണാം. All right, guys, my name is Forrest. I'll be your pilot. We're going to go out to the store over here, go over a safety briefing real quick. If everybody could put their phones in airplane mode for me before we head out, and then also make sure that your flashes are off. So no flashes. ഞങ്ങളുടെ പൈലറ്റ് അണ്ണൻ കുറേ നിർദ്ദേശങ്ങളൊക്കെ നൽകി. എങ്ങനെ സീറ്റ് ബെൽറ്റ് ധരിക്കണം, എങ്ങനെ യാത്ര ചെയ്യണം എന്നിങ്ങനെ കുറേ കാര്യങ്ങൾ. ഏകദേശം 10 മിനിറ്റ് നീണ്ടു നിന്നു സേഫ്റ്റി പ്രൊസീജിയർ. അതിനുശേഷം പതുക്കെ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് നീങ്ങി. ഞങ്ങളാണെങ്കിൽ ഫ്ലൈറ്റ് കയറിയിരിക്കുകയാണ്. ഞങ്ങൾ പോകാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. റെഡി? ഹെലികോപ്റ്ററിൽ നിന്നുള്ള ലാസ് വെഗാസിൻ്റെ കാഴ്ചകൾ കണ്ണഞ്ചിപ്പിക്കുന്നതാണ്. 1829 ആൻ്റോണിയോ ആർമിജോ എന്ന വ്യാപാരിയാണ് ഈ സിറ്റിക്ക് ലാസ് വെഗാസ് എന്ന പേര് നൽകിയത്. ലാസ് വെഗാസ് എന്നാൽ സ്പാനിഷിൽ പുൽമേടുകൾ എന്നാണ് അർത്ഥം. മരുഭൂമിയിൽ വെള്ളമുള്ള ഭാഗങ്ങളിൽ ധാരാളം പച്ചിപ്പ് കാണുവാൻ സാധിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വരുവാൻ കാരണം. ിൽ വേഗാസിൽ റെയിൽ ഗതാഗതം വന്നതോടുകൂടി ധാരാളം ആളുകൾ അമേരിക്കയിലെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന്, പ്രത്യേകിച്ച് യൂത്താ സ്റ്റേറ്റിൽ നിന്ന് ഇവിടെ കുടിയേറി പാർക്കുവാൻ തുടങ്ങി. കോളറാഡോ റിവറിൽ ഹൂവർ ഡാം പണിയുവാൻ തുടങ്ങിയതോടെ ധാരാളം ചെറുപ്പക്കാരായ ആണുങ്ങൾ ഇവിടെ കുടിയേറി പാർത്തു തുടങ്ങി. ഇവരെ എൻ്റർടൈൻ ചെയ്യുവാൻ വേണ്ടി ഇവിടുത്തെ മാഫിയകൾ ധാരാളം കാസിനോകൾ ആരംഭിച്ചു. അതോടെ മരുഭൂമിയിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് നഗരത്തിന് തുടക്കമായി. ഒരു 1,50,000-ലേറെ ഹോട്ടൽ റൂമുകളാണ് ഈ നഗരത്തിലുള്ളത്. 1946 സ്ഥാപിതമായ ഫ്ലെമിംഗോ ഹോട്ടലാണ് ലാസ് വെഗാസ് സ്ട്രിപ്പിലെ ഏറ്റവും പഴക്കം ചെന്നതും ലാസ് വെഗാസിൻ്റെ തന്നെ ചരിത്രം മാറ്റിക്കുറിച്ചതുമായ ഹോട്ടൽ. ഏതാണ്ട് 3642 റൂമുകളാണ് ഈ ഹോട്ടലിനുള്ളത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകപ്രശസ്തമായ വമ്പൻ ഹോട്ടലുകളാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 15 ഹോട്ടലുകൾ എടുത്താൽ അതിൽ 10 എണ്ണവും ലാസ് വെഗാസിൽ ഉള്ളതാണ് എന്നതാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം.
താഴെ കാണുന്ന സ്വർണ്ണ നിറത്തിലുള്ള ഹോട്ടലാണ് മാൻഡലേ ബേ. ഈ ഹോട്ടലിൽ വെച്ചാണ് 2017 ഒക്ടോബർ 1 സ്റ്റീഫൻ പാഡോക്ക് എന്ന ആള് ഹോട്ടലിന്റെ 32-ാം നിലയിൽ നിന്ന് വെടിയുതിർത്തത്. 58ഓളം ആളുകൾ അന്ന് മരിക്കുകയും ഏതാണ്ട് 546 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഹോളിവുഡ് തീമിൽ നിർമ്മിച്ച ഹോളിവുഡ് ഹോട്ടൽ, റോമൻ എംപയർ തീമിൽ നിർമ്മിച്ച സീസേഴ്സ് പാലസ്, ഈജിപ്തിലെ പിരമിഡിന്റെ ആകൃതിയിൽ നിർമ്മിച്ച ലക്സർ ലാസ് വെഗാസ്, ഇറ്റലിയിലെ വെനീസിന്റെ തീമിൽ നിർമ്മിച്ച വെനീഷ്യൻ ഹോട്ടൽ, ഇങ്ങനെ പോകുന്നു വമ്പൻ ഹോട്ടലുകളുടെ നിരകൾ. ഇപ്പോഴും വമ്പൻ പ്രോജക്റ്റുകളുടെ കൺസ്ട്രക്ഷൻ വർക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലും ഇതുപോലുള്ള എൻ്റർടൈൻമെൻറ്റ് നഗരങ്ങൾ നിർമ്മിക്കണം. നല്ല വൃത്തിയുള്ള, മാലിന്യ കൂമ്പാരങ്ങളില്ലാത്ത മനോഹരമായ നഗരങ്ങൾ. എങ്കിൽ മാത്രമേ നമുക്കും ധാരാളം ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റുകയുള്ളൂ. അതുമൂലം ധാരാളം വിദേശപണം നമുക്ക് ലഭിക്കുകയും അത് വികസനത്തിന് കാരണമാവുകയും ചെയ്യും. കൂടാതെ ധാരാളം തൊഴിൽ സാധ്യതകൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലും ഒരു എൻ്റർടൈൻമെൻറ്റ് സിറ്റി എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല. നമുക്കും ഇതുപോലുള്ള നഗരങ്ങൾ ആവശ്യമാണ്. ദുബായ് പോലുള്ള നഗരങ്ങൾ ഈ പാതയിലാണ്. പുതിയ തലമുറയെ മുന്നിൽ കണ്ടുകൊണ്ട് നല്ല ആസൂത്രണ മികവുള്ള ഭരണകർത്താക്കൾ ഇന്ത്യക്ക് ഉണ്ടായേ തീരൂ. എങ്കിൽ മാത്രമേ നമ്മുടെ ഇന്ത്യയും വികസിക്കുകയുള്ളൂ. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള കുറേ നിമിഷങ്ങളായിരുന്നു. എനിക്ക് തോന്നുന്നു ലാസ് വെഗാസിൻ്റെ ഭംഗി മുഴുവൻ ആ നൈറ്റിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഓ സൂപ്പർ! ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ ഒന്നു തന്നെയായിരുന്നു ഇത്. ഓ അടിപൊളി, സൂപ്പർ. ഞങ്ങൾക്ക് ഇതേ പുതിയൊരു ഫ്രണ്ടിനെയും കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഹായ് Hi. ഹായ്. ലാസ് വെഗാസിന്റെ കൂടുതൽ അടിപൊളി കാഴ്ചകളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമന്റ് ബോക്സിൽ അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. See you guys.